ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും പുടിച്ചാ കിട്ടാത്ത കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്നൊരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിനായിട്ട് നമ്മൾ 1 കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പൗത്ത തക്കാളി നോക്കി എടുക്കണം. ഇങ്ങനത്തെ നല്ല ചുവന്ന തക്കാളി നോക്കി എടുക്കണം കേട്ടോ. എന്നാലേ നമ്മളെ സോസിന് നല്ല കളർ കിട്ടുകയുള്ളൂ. അരിഞ്ഞു വെച്ച തക്കാളി നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ സവാളയുടെ പകുതി, ഒരു 6 മണി കുരുമുളക്, 1 ഗ്രാമ്പു എല്ലാം കൂടി ചേർത്ത് വെള്ളം ചേർക്കാതെ മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. നമുക്ക് എന്ത് കഴിക്കുകയാണെങ്കിലും ഒരു കെച്ചപ്പ് വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് കളറൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരു മായം കലരാത്തത് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എളുപ്പത്തിന് വേണ്ടി ഇത് നമുക്ക് കുക്കറിലും വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിലാണെങ്കിൽ ഒരു വിസിലടിച്ചാൽ മതി. ഇത് അത്യാവശ്യം ഒന്ന് വേവണം കേട്ടോ. എന്നാലേ നമുക്ക് തക്കാളിയുടെ ഈ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടുകയുള്ളൂ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ ഒറിജിനൽ ടൊമാറ്റോ സോസിൻ്റെ അതേ സ്വാദാണ് കേട്ടോ ഇതിന്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലിട്ടൊന്ന് അരച്ചതിന് ശേഷം നമ്മൾ അരപ്പയിലിട്ടൊന്ന് അരിച്ചെടുത്തതാണിത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ള് ഉപ്പ്, അത് കാണിക്കാൻ വിട്ടു പോയതാണ് കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാനിലേക്ക് ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇങ്ങനെ നമുക്കൊരു 3 മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ മൊഞ്ചുള്ള ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ടിന്നിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ഇതുപോലത്തെ ടിന്നിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് 1 മാസമൊക്കെ കേടുവരാതെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇതുപോലത്തെ റെസിപ്പീസ് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അടുത്തൊരു പുടിച്ചാ കിട്ടാത്ത വീഡിയോ ആയിട്ടും വരുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. Thanks for watching.